நம்ம സംസാരിക്കാം அவங்க என்ன சொல்றாங்க அவங்க கூட்டாள என்ன சொல்றாங்கன்னு நம்ம பேசுவோம். வணக்கம் நண்பர்களே, எல்லாரும் நல்லா இருக்கீங்களா? நான் இன்னைக்கு வந்திருக்கிறது கேரளா சமாஜம். இங்கே வந்துட்டு ருச்சி மேளான்னு சொல்லிட்டு ஒரு ஃபெஸ்டிவல் நடக்குது. உள்ள எப்படியெல்லாம் ஃபுட்டு உண்டாக்கி வச்சிருக்காங்க, எப்படி சாமியில் கொடுக்குறாங்க, எல்லாம் உள்ளே போய் பார்ப்போம். விதவிதமான ஃபுட்டு, கேரளா ட்ரெடிஷ்னல் என்னெல்லாம் ஃபுட்டு இருக்கோ அது ஃபுல்லாக இன்னைக்கு செஞ்சுருப்பாங்க. அது நமக்கு ஒரு புதுவிதமான எக்ஸ்பீரியன்ஸாக இருக்கும். உள்ளே போயிட்டு பார்ப்போம். ஓகே நண்பர்களே, வாங்க உள்ளே போவோம். இந்திய முறைப்படி தான் குத்துவிளக்கேற்றி இந்த ஃபங்க்ஷனை தொடங்குறாங்க. உலகத்தில் நான் எத்தனையோ விதமான உணவுகளை வந்துட்டு நான் சாப்பிட்டு பார்த்துருக்குறேன். ஆனால் நம்ம இந்தியாவில் மட்டும்தான் ஒவ்வொரு மாநிலத்துக்கு, ஒவ்வொரு மாவட்டத்துக்கு, ஒவ்வொரு ஊருக்கு விதவிதமான உணவுகள், விதவிதமான டேஸ்ட் எல்லாம் இருக்கும். வேற எங்கேயும் இது மாதிரி இருக்கிற மாதிரி தெரியல. நம்ம தமிழோட சொல்லுவாங்க, உணவே மருந்து, அறுசுவை உணவு, அறுசுவை விருந்தெல்லாம் சொல்லுவாங்க. அது மாதிரி இந்த உணவுக்கு திருவிழாவுக்கு எத்தனை மக்கள் இந்த இடத்துல நிற்கிறாங்க பாருங்க. வாங்க, இங்கெல்லாம் என்னென்ன மாதிரி ஃபுட்டு இருக்கு எல்லாத்தையும் சுற்றி பார்ப்போம். இதை வந்துட்டு ஒவ்வொரு ஸ்டாலில் போயிட்டு அவங்க என்னெல்லாம் ஃபுட்டு இருக்குன்னு சொல்லி பார்த்து அதை வந்து செலக்ட் பண்ணுவாங்க. எந்த ஃபுட்டு ரொம்ப நம்பர் 1 ஃபுட்டு, அது என்ன டேஸ்ட்டு, அது எந்த ஏரியா ஃபுட்டெல்லாம் வரேன்னு சொல்லுவாங்க. இந்த வீடியோவை ஸ்கிப் பண்ணாமல் பாருங்கள். நமக்கு ஒரு புதுவிதமான எக்ஸ்பீரியன்ஸாகவும் இருக்கும். അതായത് കേരള ട്രഡീഷണൽ ഉണവുകളെ പറ്റി നമുക്ക് தெரிஞ்சுக்கிற முடியும். നമസ്കാരം, ഞങ്ങൾ കൊല്ലം പ്രവാസി അസോസിയേഷനാണ്. കൊല്ലം ജില്ലയുടെ തനതായ രുചി വിഭവങ്ങളാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. 4 വർഷമായിട്ട് നമ്മൾ ഈ രുചിമേളയുടെ ഭാഗമാണ്. അപ്പം ഓരോ വർഷവും ഒന്നിനൊന്ന് മികവുറ്റമായ രീതിയിലാണ് കൊല്ലം പ്രവാസി അസോസിയേഷൻ്റെ പ്രവാസി യൂണിറ്റ് ഉണ്ട്. പ്രവാസി അംഗങ്ങളാണ് ഇതെല്ലാം തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കത് കാണാം, വിഭവങ്ങളും കാണാം. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അവർ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റും. ഞങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കരിമീനാണ്. കാഞ്ഞിരോത്ത് കായലിലെ കരിമീനാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ നാട്ടിൽ നിന്ന് അറേഞ്ച് എത്തിച്ചതാണിത്. കരിമീൻ പൊള്ളിച്ചതുണ്ട്, കരിമീൻ ഫ്രൈ ഉണ്ട്, പിന്നെ ബീഫ് കറി, ബീഫ് റോസ്റ്റ്, ചൂരമീൻ കറി, അപ്പം, കപ്പ, കാന്താരി ചമ്മന്തി, ഇതെല്ലാം ഉണ്ട്. ஆளுக்காக நம்ம സംസാരിക്കാം. அவங்க என்ன சொல்றாங்க, அவங்க கூட்டாள என்ன சொல்றாங்கன்னு நம்ம பேசுவோம். ஓகே, வாங்க வந்து பேசுவோம். உங்களோட ചേച്ചി പേരെന്താ? എന്റെ പേര് റീന സുനിൽ. എൻ്റെ പേര് സൈബ, ഷക്കീല, ഷംല, അലീമ, മായ, സിസ്റ്റേഴ്സ് നെറ്റ്വർക്കാണ് നമ്മളെ ഗ്രൂപ്പിന്റെ പേര്. നമ്മളൊരു കൂട്ടായ്മയാണ്. നമ്മൾ ഇവിടെ ലേഡീസ് മാത്രം പ്രവർത്തിക്കുന്ന ആൾക്കാർ. ഇതാണ് നമ്മളെ തട്ടുകടാണത്. തട്ടുകട 3ാമത്തെ വർഷമാണ്. ഇതെല്ലാം എന്ത് സാധനങ്ങളുണ്ട് ഇവിടെ? ഇടിയപ്പം, അരിപ്പത്തിരി, ഇത് പോളി, പരിപ്പട, ഉള്ളിവട, പായസം, ബീഫ് ഫ്രൈ, പാലപ്പം എല്ലാം മോര് വെള്ളം എല്ലാം ഉണ്ട്. എല്ലാം മിക്സിങ്, കൊല്ലം, ട്രിവാൻഡ്രം, തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ ഉണ്ട്. തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് ഉണ്ട്. മൊത്തം കേരള ഇവിടെ ഉണ്ട്. വളട്ട കൈകൊണ്ട് ഉണ്ടാക്കിയതാണ്. വളട്ട കൈകൊണ്ട് നാടൻ വിഭവങ്ങൾ. വളട്ട കൈകൊണ്ട്. വെൽക്കം ടു ടെൻസ്റ്റാർ ബഹ്റൈൻ.
ഭയങ്കര ഒരു ആഘോഷം എന്താ അവിടെ ഒരുപാട് പുതിയ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ എന്താണെന്ന് ചൊല്ലി സംസാരിക്കാം, നമ്മൾ പറയും. 10 സ്റ്റാർ ബാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൂട്ടായ്മയാണ് വടംവലിയുടെ. നമ്മൾ എല്ലാ വർഷവും ഇവിടെ രുചിമേളക്ക് വേണ്ടിയിട്ട് ഫുഡ് സ്റ്റാൾ ഇടാറുണ്ട്. നമ്മൾ പല ആക്ടിവിറ്റീസും ഉണ്ട്. ഈ രുചിമേള, വടംവലി, പിന്നെ നമ്മൾ വളണ്ടിയറായിട്ട് പോകാറുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ബാരൻ മീഡിയ സിറ്റിയിൽ നമ്മളെ ഓണാഘോഷ പരിപാടിയുമായി ബന്ധപ്പെട്ട് വിളമ്പുന്നതിന്റെ ഭാഗമായിട്ടും എല്ലാം നമ്മളെ ടീമാണ് പോകാറ്. പ്രത്യേകിച്ച് ഇവിടെ ബാരന്റെ പ്രത്യേകിച്ച് നമ്മൾ പപ്പുണ്ട്, ഇടിയപ്പുണ്ട്, പത്തിരിയുണ്ട്, മീൻകറി ഉണ്ട്, ചിക്കൻ കറി ഉണ്ട്, ബീഫ് ഉണ്ട്, ചിക്കൻ ചുക്കുണ്ട്, ബീഫ് ചുക്കുണ്ട്, ഐസ്ക്രീം ഉണ്ട്, സോഡ സർവത്ത്, അങ്ങനെ എല്ലാവിധ പാനീയങ്ങളും നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ എന്താ വെച്ചാൽ ഐസ്ക്രീമിന്റെ പല വടംവലി ടീം ടക്ക് ഓഫർ വേറെയിൽ അറിയപ്പെടുന്ന ഞങ്ങൾ വടംവലി ടീം തന്നെയാണ്. ഇതാണ് നമ്മുടെ ടീമിന്റെ പേര്. ഇതൊരു കൂട്ടായ്മയാണ്. എല്ലാ നാട്ടുകാരും ഇതിലുണ്ട്. കേരളത്തിലെ എല്ലാ എത്ര കൊല്ലമായിട്ട് വെച്ചാൽ ഞങ്ങളിപ്പോ ഒരു 5-6 വർഷമായിട്ട് നമ്മൾ എല്ലാ മേഖലയിലും ഞങ്ങളുണ്ട്. 6 വർഷത്തോളം എല്ലാ മേഖലയിലും ഞങ്ങളുണ്ട്. വെൽക്കം ടു വോയിസ് ഓഫ് ആലപ്പി, ടേസ്റ്റ് ഓഫ് ആലപ്പി, ടേസ്റ്റ് ഓഫ് ആലപ്പി. ഇത് നമ്മുടെ നാളെക്കപ്പ, ഇത് നല്ല പായസം, പാൽപ്പായസം, ഹോളി. ഇതാണ് ഹെൽത്തി സാധനമാണ്. വയനാട്ടിൽ ഉണ്ടാക്കിയ സാധനമാണ് കുമ്പളപ്പം. നല്ല ഉണ്ട്, കവറിലുണ്ട്. അടിപൊളി ബീഫാണ്. അടിപൊളി ബീഫാണ്. ഈ ബീഫും പഴംപരി ഇത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ചേട്ടനോട് പോകത്തില്ല, അത്രയ്ക്ക് ടേസ്റ്റിയാണ് സാധനം. ഇത് ഇതാണ് മീൻകറി. മോരുമള്ളം നല്ല രാമൻ ചേട്ടൻ ഇടിച്ചു കുത്തിയ മോരുമള്ളം. അതുപോലെ കുട്ടനാട് ഷാപ്പിലെ മീൻകറി, നല്ല വട്ട മീൻകറി. അതുപോലെ ഗരുഡായൂർ ഷാപ്പിലെ ബീഫ് കറി, അതിനോടൊപ്പം പഴംപൊരി, സോസേജ്. അടിപൊളി വാഴയപ്പം നമ്മുടെ നാട്ടിലെ തെള്ളിയൊക്കെയല്ല അമ്പലത്തിൽ കിട്ടുന്നത്, അതുപോലെ ടേസ്റ്റിയാണ്. നല്ല പഴ, ശർക്കര എല്ലാം മിക്സ് ചെയ്ത് നല്ല ഹെൽത്തി സാധനമാണ്. അമ്പലത്തിൽ യൂസ് ചെയ്യുന്ന எல்லாமே ஹேண்ட் மேடு, எல்லாம் கேரளா சைடு ஃபுட் இதாது. இது என்ன பேர் வந்து ഇത് പാൽപ്പായസം. ഇത് പാലട. ഇത് ബോളി, നാട്ടിലെ ബോളിയാണ്. ഈ ബോളി പാൽപ്പായസം കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റിയാണ്. രണ്ടും നമ്മുടെ കല്യാണത്തിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. കാണുമ്പോൾ നല്ല കരികരക്ക് നല്ല ഒരു മധുരമായിട്ട് ഇത് നല്ല ടേസ്റ്റ് ഹെൽത്തി സാധനം, നല്ല ഹെൽത്തി സാധനമാണ്. നമുക്ക് ചായ നമ്മുടെ വൈകുന്നേരങ്ങൾ ഉപയോഗിക്കാം, ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം. ആലപ്പുഴയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇല്ലായ്മ ഒരിക്കലും അറിയിക്കാത്ത നാടാണ് ആലപ്പുഴ. ആലപ്പുഴയിൽ കൃത്യമായിട്ട് ഒഴുകുന്ന ഒരു പുഴ ഇല്ലെങ്കിലും ആ നാടിന്റെ പേര് ആലപ്പുഴ എന്നാണ്. അമ്പലപ്പുഴയിൽ ഒരു പുഴ പോലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല, പക്ഷെ ആ നാടിന്റെ പേര് അമ്പലപ്പുഴ എന്നാണ്. ആറാട്ടുപുഴയിലും നമുക്കൊരു പുഴ കാണാൻ പറ്റില്ല, പക്ഷെ ആ നാടിന്റെ പേര് ആറാട്ടുപുഴ എന്നാണ്. പക്ഷേ ലോകം മുഴുവൻ കാത്തിരിക്കുന്ന നാടാണ് നമ്മുടെ നെഹ്റു ട്രോഫി വള്ളംകളി. അതെ, ലോകം മുഴുവൻ കാത്തിരിക്കുന്ന നെഹ്റു ട്രോഫി വള്ളംകളി നാളെയാണ്. ബോളിയുണ്ട്, അമ്പലപ്പുഴ പാൽപ്പായസം പാലടപ്പുറത്തൊരു ബോളിയുണ്ട്. താങ്ക് യു. ഓണത്തിന് ചിക്കൻ കറി, ഓണത്തിന് ബീഫ് കറി, ഒരിക്കലും
ഏതൊക്കെ കോമ്പിനേഷൻ? വാനില, സ്ട്രോബെറി, മാംഗോ, ചോക്ലേറ്റ്. വാനില, സ്ട്രോബെറി, മാംഗോ, ചോക്ലേറ്റ്. അതിനോടൊപ്പം തന്നെ ചോക്ലേറ്റ് സിറപ്പൊക്കെ ഒഴിച്ചിട്ടാണ് അത് സെർവ് ചെയ്യുന്നത്. അതെ, പേരറിയാൻ പാടില്ല, ഒരുപാട് ക്വാളിറ്റികളൊക്കെ ഒഴിച്ചാണ് ഇത് നൽകുന്നത്. ഒപ്പം ഫ്രൂട്ടി, കിസ്മിസ്, അണ്ടിപ്പരിപ്പ്, ബദാം, പിസ്ത, സുമാലിക, സുമാലി, ചമ്മന്തിയ, പിസ്ത. പിന്നെ ഏഷ്യൻ ഡിലൈറ്റ്സിന്റെ കൗണ്ടറിലാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഏഷ്യൻ ഡിലൈറ്റിന്റെ കൗണ്ടറിൽ എന്തൊക്കെയാണ് ചേമ്പിന്റെ പൂക്കാണ്. നാട്ടിലെ തിരുവാതിരയ്ക്ക് പോലും കിട്ടാത്ത ചേമ്പാണ് നിങ്ങൾ കഴിക്കുന്നത്. തിരുവാതിരയ്ക്ക് പോലും നാട്ടിലെ പൂക്ക് കിട്ടാൻ പറ്റാത്ത അവസ്ഥയായാലും ഈശ്വര ആംബിയുടെ ചായക്കട. കഴിച്ചിട്ടില്ലാത്തവരിലേക്ക് വരിക.
അടവിപ്പുഴുക്ക് നല്ല സ്വാദുള്ള അടവിപ്പുഴുക്ക്. ഇതിനകത്ത് എന്തൊക്കെയാണ്? കപ്പ, കാച്ചില്, ചേമ്പ്, ചേന, പിന്നെ കൂർക്ക, ഏത്തക്ക, അൽപ്പയർ, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് അടവിപ്പുഴുക്ക് നമ്മള് ഗംഗീരോട് കമ്പനിയാണ് 1952. ഓ പരിപ്രഥമൻ കഴിക്കാം. പപ്പടുണ്ട്, പരിപ്രഥമുണ്ട്. ഇവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ സ്റ്റാർട്ടപ്പ് ആയതുകൊണ്ട് വലിയൊരു സ്പെഷ്യൽ അനൗൺസ്മെന്റ്. മദാമപ്പൂട് വരെ സകലമായ രോമാഞ്ചങ്ങളായ ഐറ്റങ്ങൾ നിങ്ങൾക്ക് വൈകുന്നേരം ഏമൂൺ ജ്യൂസ്, എല്ലാ ഫ്ലേവർ മൊയ്റ്റോസും ഹണിമൂൺ ജ്യൂസ് ഉൾപ്പെടെയുണ്ട്. ആടപടലം കടല, എല്ലാ വെജിറ്റബിളും ആട്ടപടലം, എല്ലാ വെജിറ്റബിളും ചേർത്തിട്ടുള്ള ആട്ടപടലം കടല. ഒരു ചലച്ചിത്ര താരമാണ് ഇവിടെ. ആടപടലം കടല നിങ്ങൾക്ക് ഹണിമൂൺ ജ്യൂസ്, ബീട്രൂട്ട്, ഹണി, ലെമൺ ഫോർ ബ്ലഡ് സർക്കുലേഷൻ. അപ്പൊ ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാത്ത വയസ്സായ ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കഴിക്കാൻ പറ്റുന്ന ഹണിമൂൺ ജ്യൂസ്. ഒരു കൂടുതൽ വികാരം വരട്ടെ. ഒരു നാരങ്ങ ഫുള്ള് പിഴിഞ്ഞേക്ക്, കാശ് നോക്കണ്ട, ഒരു നാരങ്ങ ഫുള്ള് അങ്ങനെ പിഴിയും. ഉപ്പ് സോഡ ഇവിടുത്തെ സമാജത്തിലെ ഉപ്പ് സോഡ സ്പെഷ്യലിസ്റ്റ് ആണ്. ഉപ്പ് കുറച്ച് മതി, ഉപ്പ് കുറച്ച് മതി. സനൽകുമാർ ചാലക്കുടി അല്ലേ? അടക്കരുത് അടക്കരുത് അടക്കരുത്, അങ്ങനെ കുടിക്കണം. ഈ ഉപ്പ് സോഡ കുടിച്ചിട്ട് എനിക്കൊരു പാട്ട് പാടാനുണ്ട്. സീരിയസ് ആയിട്ട് അത്രയും വികാരമുള്ള ഉപ്പ് സോഡയാണ്. എന്താണ് സമാജത്തിലെ നമ്മുടെ മെമ്പറുടെ പേര്? സനൽകുമാർ. സ്വന്തം കൈ, സനൽകുമാർ ചാലക്കുടി സ്വന്തം കൈ കൊണ്ടുണ്ടാക്കി തന്ന ഉപ്പ് സോഡ വികാരത്തിന്റെ അങ്ങേയറ്റം.